കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ജസ്നയെ കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരി നടത്തിയ നിർണായകമായ ഒരു വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് ജസ്നയുടെ പിതാവ്. ഹോട്ടൽ ജീവനക്കാരിയുടെ പ്രതികരണം അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമം എന്നാണ് ഇപ്പോൾ ജസ്നയുടെ പിതാവ് പറയുന്നത്. മാത്രമല്ല CBI കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ പറഞ്ഞതിന് ഒരിക്കലും സാധ്യതയില്ല. അന്ന് CCTVയിൽ കണ്ടത് ജസ്ന അല്ലെന്ന് അന്നേ കണ്ടുപിടിച്ചതാണ്. ഈ സ്ത്രീ പറയുന്നതിൽ വാസ്തവമില്ല. ഈ സ്ത്രീയാണോ അവരുടെ സുഹൃത്താണോ എന്നറിയില്ല. ഒരു മാസം മുൻപ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ സമാന്തര അന്വേഷണം നടത്തുന്ന ചില സുഹൃത്തുക്കളെ ഞാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവർ അന്വേഷിച്ച് ഇതിൽ വാസ്തവമില്ലെന്ന് കണ്ടെത്തിയതാണ് എന്നും ജെയിംസ് വ്യക്തമാക്കുകയാണ്. അതേസമയം കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടെന്നായിരുന്നു ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. അന്ന് ജസ്നയ്ക്കൊപ്പം ഒരു യുവാവും കൂടി ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടതോടെയാണ് ഇത് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞെന്നും ആയിരുന്നു ജീവനക്കാരി പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ജീവനക്കാരിയുടെ ആരോപണം. അതേസമയം തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് മുൻ ജീവനക്കാരി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. ലോഡ്ജ് ജീവനക്കാരിക്കെതിരെ പലവിധത്തിൽ കേസുകളുണ്ടെന്നും അതിന്റെ പ്രതികാരമായിട്ടാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളെന്നൊക്കെയാണ് ലോഡ്ജ് ഉടമ ബിജു പറയുന്നത്. കൂടാതെ ജാതി പേര് വിളിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തിരുന്നു. അന്ന് ജാമ്യമില്ലാ കേസാണ് കൊടുത്തത്. അത് പിൻവലിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയും വീട് നൽകണമെന്നാണ് പറഞ്ഞത്. ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. അതിൻ്റെ വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ. കൊലക്കേസ് പ്രതിയാണെന്ന് വരെ എന്നെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞു. കോടതി അത് പരിശോധിച്ചാണ് എനിക്ക് ജാമ്യം നൽകിയത്. അവർ ഉദ്ദേശിച്ചത് നടക്കാത്തത് കൊണ്ടാണ് എന്നെ ലക്ഷ്യം വെച്ച് അടുത്ത വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. ഏത് അന്വേഷണത്തിനും സഹകരിക്കാൻ താൻ തയ്യാറാണ്. ലോഡ്ജിൽ CCTV വെച്ചിട്ടില്ല. ആകെ 8 മുറികളെ ഉള്ളൂ. 102 എന്ന മുറിക്ക് നമ്പർ നൽകിയിരിക്കുന്നതാണ്. ജസ്ന എന്നൊരാൾ ഇവിടെ വന്നിട്ടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. എൻ്റെ ഫോൺ കോളും പരിശോധിച്ചു. ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ വ്യക്തിവൈരാഗ്യം മാത്രമാണ്. 5 ലക്ഷവും വീടും നൽകിയില്ലെങ്കിൽ എൻ്റെ ലോഡ്ജും പൂട്ടിച്ച് എന്നെ തീർക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ രേഖകൾ കൈവശമുണ്ട്. ജീവനക്കാരിയുടെ പെരുമാറ്റം ശരിയല്ലാത്തതിനാൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പ്രതികാരമാണ്. ലോഡ്ജിൽ എത്തുന്നവരിൽ നിന്ന് പൈസ വാങ്ങുകയും മറ്റും അവർ ചെയ്തിരുന്നു. ഗുണ്ടായിസം രീതിയായിരുന്നു. ജീവനക്കാരിയെയും ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ജസ്ന വന്നിരുന്ന കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയെന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത്. അതേസമയം പത്രത്തിലെ പടം കണ്ടാണ് ജസ്നയെന്ന് തിരിച്ചറിഞ്ഞെന്നായിരുന്നു ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. രാവിലെ 11:30യോടെയാണ് പെൺകുട്ടിയെ കാണുന്നത്. വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു. തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്. റോസ് കളറുള്ള ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത്. ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്നും കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് അവിടെ നിൽക്കുന്നതെന്നുമായിരുന്നു പെൺകുട്ടി പറഞ്ഞത്. ഉച്ചയോടെ അജ്ഞാതനായ ഒരു യുവാവ് വന്ന് മുറിയെടുത്തു. രണ്ടുപേരും 4 മണി കഴിഞ്ഞാണ് ഇറങ്ങി പോകുന്നത്. 102 നമ്പർ മുറിയാണ് എടുത്തത്. വെളുത്തുമെലിഞ്ഞ രൂപമായിരുന്നു യുവാവിനും. ഇതായിരുന്നു മുൻ ജീവനക്കാരി പറഞ്ഞത്. CBI തന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല എന്നുമായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.